വാഹനത്തിന് തീയിട്ട് കൊല്ലുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അതുകൊണ്ട് ഈ സൈഡെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തിയ യുവതിയുടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കൊട്ടിയം തഴുത്തല സ്വദേശിനി അനിലയാണ് മരിച്ചത്. യുവതിയുടെ വീട്ടുവളപ്പിൽ ഇന്ന് വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. ഇന്നലെ രാത്രി 9:30-ഓടെയാണ് ദാരുണമായ സംഭവം നടന്നത്. യുവതിയും മറ്റൊരു യുവാവുമാണ് കാറിലുണ്ടായിരുന്നത്. അനിലയുടെ ഭർത്താവ് പത്മരാജനാണ് കൊലപാതകം നടത്തിയത്. സംശയരോഗമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പോലീസ് പറയുന്നു. യുവതിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന യുവാവിനും പൊള്ളലേറ്റിട്ടുണ്ട്. മറ്റൊരു വാഹനത്തിലെത്തിയാണ് അനിലയും യുവാവും സഞ്ചരിച്ച കാറിലേക്ക് പത്മരാജൻ പെട്രോൾ ഒഴിച്ചത്. തീ പടർന്നതോടെ പത്മരാജനും ഓടി രക്ഷപ്പെട്ടു. ഇരു വാഹനങ്ങളും പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. പത്മരാജൻ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിന് പിന്നാലെ അനിലയുടെ കൂടെയുണ്ടായിരുന്ന യുവാവ് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടുകയായിരുന്നു. എന്നാൽ അനിലയ്ക്ക് പുറത്തേക്കിറങ്ങി രക്ഷപ്പെടാനായില്ല. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി തീ അണച്ച ശേഷമാണ് അനിലയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. യുവാവ് നിലവിൽ പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. കുടുംബകാര്യങ്ങളും നമുക്കറിയില്ല. ഇവിടെയുള്ള കണ്ടുള്ള പരിചയങ്ങളൊക്കെ ഉള്ളൂ. നമ്മളവരുടെ ബന്ധുക്കളുമല്ല. ബന്ധുക്കളൊക്കെ അവിടെ അപ്പുറത്ത് താമസിക്കുന്നത്. അവരെല്ലാം ഇവിടെ തന്നെ. ഈ സംഭവം ഇന്നലെ ന്യൂസ് കണ്ടാണ് ഞാൻ അറിഞ്ഞത്, അല്ലാതെ നമുക്കറിയില്ല. ന്യൂസ് രാത്രിയുള്ള ന്യൂസേ ഞാൻ അറിഞ്ഞത് തന്നെ. മുമ്പൊക്കെ സംസാരിക്കുമായിരുന്നു, ഇപ്പോൾ കാണക്കല്ല. നമ്മൾ നേരിട്ട് കാണില്ല. മരിച്ചതെൻ്റെ ചേച്ചിയാണ്. സംഭവം ഇന്നലെ വൈകിട്ട് പോയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ കണ്ട് ചിരിച്ച് അങ്ങനെ പോയതാണ്. പോയിട്ട് ഞാൻ കൊല്ലം വരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇങ്ങനെ സംഭവം എന്ന് അറിയുന്നത്. ഫാമിലി വഴക്കാന്ന് ഇങ്ങനെ 2 ദിവസം കൊണ്ട് ഇങ്ങനെ വീട്ടിൽ പറയുന്ന കേട്ടു. ഫാമിലി ഇഷ്യൂ എന്തോ ഉണ്ടായിരുന്നു ഇവിടെ. അതിന് ചൊല്ലി എന്തോ തർക്കമൊക്കെ ആയിരുന്നു. ഞാൻ ന്യൂസ് ഇട്ടപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ വണ്ടി കത്തിയെന്ന്. അങ്ങനെ വണ്ടി എത്തുന്ന പറഞ്ഞപ്പോൾ ഞാൻ വണ്ടി നമ്പർ കണ്ടപ്പോഴേക്കാണ് മനസ്സിലായത്. അങ്ങനെ ഇവിടെ നമ്മൾ ചേച്ചി എടുത്ത് പറഞ്ഞപ്പം ചേച്ചി പറഞ്ഞ അളിയൻ്റെ വണ്ടിയാണത്. അങ്ങനെ ഇവിടെ വന്നാണ്. കറക്റ്റ് എന്താണെന്ന് ആർക്കും അറിയത്തില്ല. ചേച്ചി ഇവിടെ കാറ്ററിംഗ് വർക്ക് തന്നായിരുന്നത്. അളിയനോട് കാറ്ററിംഗ് ഉള്ളവർക്ക് കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരുന്ന 2 പേരും. അപ്പോൾ ചേച്ചി അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് കൊല്ലത്തൊരു ബേക്കറി തുടങ്ങി. ചേച്ചി ബേക്കറി ആയിട്ട് നോക്കി നടത്തി. അളിയനോട് കാറ്ററിംഗ് ആയിട്ടാണ് നിന്നത്. പുള്ളിക്കാരൻ ഇവിടുത്തെ SNDP ശാഖ സെക്രട്ടറിയാണ്. എല്ലാ നാട്ടുകാർക്കെല്ലാം നല്ല സഹകരണമുള്ളൊരു വ്യക്തിയാണ്. പെട്ടെന്ന് നമ്മൾ ആരും പ്രതീക്ഷയില്ല, ഇങ്ങനെ സംഭവം ഉറങ്ങാനും പ്രതീക്ഷ പോലുമില്ല. നാട്ടുകാർക്കെല്ലാം നല്ല കാര്യമായിരുന്നു. അളിയനടുത്തും ചേച്ചിയുടെ നല്ല കാര്യം തന്നെയായിരുന്നു. സാമ്പത്തികമായിട്ട് ഇച്ചിരി കടവൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇഷ്യൂ ആണെന്നും പറയുന്നു. എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോള്. ഞാൻ തഴുത്തല 1-ാം വാർഡിലെ മെമ്പറാണ്. ഈ പത്മരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനും നമ്മളെ ഇവിടുത്തെ SNDP ശാഖയുടെ സെക്രട്ടറിയാണ്. സമീപ ക്ഷേത്രങ്ങളുടെ ഭാരവാഹിയായിരുന്നു. അപ്പോൾ അദ്ദേഹം കാറ്ററിങ്ങിൻ്റെ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു കുടുംബ വിഷയങ്ങൾ നിരന്തരം അവർക്കിടയിൽ പ്രശ്നങ്ങളുള്ളതായിട്ട് ബന്ധുക്കൾക്കും അടുത്ത് സഹകരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ കൊട്ടിയം പോലീസ് സ്റ്റേഷനിലും ഈ അടുത്ത് 1 മാസം മുമ്പും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് വാടകയ്ക്ക് കൊല്ലത്തോട്ട് മാറി ഒരു കടയെടുത്തതും അതിനുശേഷം അവിടെ തന്നെ ഇവർ ഫാമിലിയായിട്ട് ഇവിടുന്ന് മാറി. അപ്പോൾ ഇവർക്കിടയിലുള്ള വിഷയങ്ങളായിരിക്കണം ഈ ഒരു വിഷയത്തിൽ കലാശിച്ചത്. അത്തരം കാര്യങ്ങളാണ് അറിയാവുന്നത്. അതുപോലെ ഒരു ചോദ്യം, നമ്മുടെ ഈ ബേക്കറി തുടങ്ങി പുള്ളിക്കാരനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു അല്ല, അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അല്ല. യഥാർത്ഥത്തിൽ ഇത് തുടങ്ങുന്നതിന് എതിരായിരുന്നു അദ്ദേഹം. തുടങ്ങാൻ ഇങ്ങനൊരു ആലോചന വന്ന സമയത്ത് ഇവിടെ പോയി കടയെടുക്കുന്ന കാര്യങ്ങളൊക്കെ വന്നപ്പോഴും നമ്മളൊക്കെ അറിഞ്ഞായിരുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞില്ലേ, 1 മാസം മുമ്പ് ഇതൊരു വിഷയം വന്ന് സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോഴും ഈ ഇങ്ങനെ കട തുടങ്ങാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ ആദ്യം അദ്ദേഹം എതിർത്തു. ഇവിടെ കാറ്ററിങ്ങും അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നോക്കി നടത്താനുള്ള ആളെന്നുള്ള രീതി ഇവിടെ നിന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്നിട്ടാണ് കൊല്ലത്തോട്ട് പോയി ഒരു കടയെടുക്കാനുള്ളൊരു ഇത് വന്നതും. അപ്പോൾ അതിന് മാനസികമായിട്ട് ഇദ്ദേഹം അതിനെതിരായിരുന്നു. പിന്നെ അതിനുശേഷം അവർ തങ്ങളൊരു ധാരണയായതിനു ശേഷമാണ് അവിടെ പോയി കടയെടുത്തത്. അതെ, നമ്മൾക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനും നല്ല രീതിയിൽ എല്ലാവരുമായിട്ടും ഇടപഴകുകയും നല്ല സഹകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഈ ഒരു വിഷയമായിരിക്കണം ഈ ഒരു പ്രകോപനത്തിന് കാരണം. അതുപോലെ നമ്മളൊരു വാർത്ത അറിഞ്ഞത്, ഒരു ആൾ
മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അതെ അതെ, അത് ഇന്ന് ഞാനിങ്ങനെ അറിയുന്നുണ്ട്. അതായത് ഇദ്ദേഹമായിട്ട് അടുത്ത് സഹകരിച്ച 1-2 പേരുമായിട്ട് ഞാൻ സംസാരിച്ചപ്പം ഈ പറഞ്ഞ അനീഷ് എന്ന് പറഞ്ഞ അവിടെ ആ കടയെടുത്ത് കൊടുത്ത പാർട്ണറുണ്ടായിരുന്ന വ്യക്തി ഈ അടുത്ത് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചതായിട്ടും ആ മർദ്ദിച്ച സമയത്ത് വൈഫ് അതറിഞ്ഞിട്ടും അല്ലെങ്കിൽ അതിൽ സപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിനെ പിന്നെ അങ്ങനൊരു മർദ്ദനമേറ്റതിൽ പ്രതികരിച്ചില്ല എന്നുള്ളൊരു കാര്യം അറിയുന്നുണ്ട്. അത് ഇന്നാണ് ഞാൻ അങ്ങനെയുള്ള വിവരങ്ങൾ അറിയുന്നത്. ഇത് പൊതുവെ ജനങ്ങൾക്ക് എല്ലാവർക്കും ദുഃഖം ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ 4-5 കുട്ടികൾ മരണപ്പെട്ട ആ വാർത്ത ആ ഞെട്ടൽ മാറുന്നതിന് മുൻപാണ് ഇത്തരത്തിലുള്ള ഒരു ദുരന്തം കൊല്ലത്ത് ഉണ്ടാകുന്നത്. വാസ്തവത്തിൽ നിസ്സാരമായ എന്തോ ഒരു വിഷയമായിരിക്കാം. അതിൻ്റെ കാരണം എന്താണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. ഏതായാലും അത് ചിന്തിച്ച് കുറച്ചുകൂടെ വിവേകത്തോടു കൂടി പെരുമാറിയിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു മഹാദുരന്തം ഒഴിവാക്കാമായിരുന്നു. അവർക്ക് ഒരു കുട്ടി, പ്രായപൂർത്തിയായ ഒരു കുട്ടിയുണ്ട്, 14-15 വയസ്സുള്ളൊരു കുട്ടിയുണ്ടെന്നാണ് നമ്മൾ വാർത്തയിൽ നിന്ന് അറിയുന്നത്. എന്തോ നിസ്സാരമായ കുടുംബകലഹമോ അല്ലെങ്കിൽ വ്യക്തിപരമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാകാം. അത് പരസ്പരം ചർച്ച ചെയ്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മധ്യസ്ഥതയിലൂടെയോ പരിഹരിക്കാവുന്ന ചെറിയ വിഷയമായിരിക്കാം. ഈ തരത്തിൽ എല്ലാവരും ഞെട്ടിച്ച ഒരു വാഹനത്തിന് തീയിട്ട് കൊല്ലുക അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവിതം, 2 ജീവിതം, ഒരു കുടുംബജീവിതവും അവരുടെ 2 വ്യക്തികളുടെ ജീവിതവും ഇല്ലായ്മ ചെയ്ത ഒരു സംഭവമാണ്. ഞെട്ടലോടുകൂടിയാണ് ഈ ചുറ്റുപാടുമുള്ള ബന്ധുക്കളും സ്വന്തക്കാരും അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ആൾക്കാർ അറിഞ്ഞവരൊക്കെ ഞെട്ടലോടുകൂടിയാണ് നിൽക്കുന്നത്. ഈ ദുരന്തത്തിൽ ഉള്ള ആ ഒരു ദുഃഖം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. എനിക്ക് വാസ്തവത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയത്തില്ല. എങ്കിലും ഈ വാർത്ത കേട്ടപ്പോൾ ഒരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത ആയതുകൊണ്ടാണ്. അത് എല്ലാവർക്കും ദുഃഖമുണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആശ്വസിക്കാം. അത്രമാത്രം പറയുന്നു. ഫാമിലിയിലുണ്ടായ ഒരു ചെറിയ വിഷയമാണ്. ഒരു കട തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട അസ്ലാം മൈതാനത്തൊരു കട തുടങ്ങിയിരുന്നു ചേച്ചി. കട തുടങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പയ്യനുമായിട്ട് ചേർന്നാണ് പാർട്ട്ണർഷിപ്പിലാണ് കട തുടങ്ങിയത്. ഒരു ഹനീഷ് എന്ന് പറയുന്ന പയ്യനുമായിട്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അണ്ണൻ ആ പയ്യനുമായിട്ട് കട തുടങ്ങുന്നതിൽ താല്പര്യമില്ലായിരുന്നു. അത് നേരത്തെ കൂട്ടി പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊരു ചെറിയ സംസാരമായപ്പോൾ സംസാരിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു വരുത്തിയിരുന്നു ഇവിടെ പഞ്ചായത്ത് മെമ്പർ നിലയിൽ. ഞാൻ സംസാരിച്ചത് കോംപ്രമൈസ് ചെയ്തതാണ്. എന്നാൽ അത് ആ ഹനീഷ് എന്ന പയ്യനെ ഞാൻ അന്ന് വിളിക്കുകയും ചെയ്തു. രാത്രി വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് കടയിലോട്ട് ചെല്ലാൻ പറഞ്ഞു. കടയിൽ ചെന്നു. പിറ്റേന്നാണ് കടയിൽ പോകുന്നത്. എൻ്റെ അടുത്ത ദിവസം, അതായത് ഇന്നലെ കടയിൽ ചെന്ന് സംസാരിച്ചപ്പോൾ ആ പയ്യനെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ വേണമെന്ന് പറഞ്ഞു. കടയിൽ നിന്ന് പാർട്ട്ണർഷിപ്പ് ഒഴിയാമെന്ന് പറഞ്ഞു. അന്നേരം 1.5 ലക്ഷം രൂപയാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത്. ആ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞു. ആ പൈസ കൊടുക്കാൻ പപ്പരാണ് തയ്യാറായി. അത് 15-ാം തീയതി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. 15-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞെങ്കിൽ ഞാൻ ഈ മാസം അവസാനം വരെ തുടരുമെന്ന് പറഞ്ഞു. പപ്പരാണ് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ കൊടുക്കുന്നത് എന്ന് കൊടുക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു 10-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 10-ാം തീയതി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പയ്യൻ പറഞ്ഞെങ്കിൽ 10-ാം തീയതി വരെ തുടരത്തുള്ളൂ, എനിക്ക് ആ പൈസ തരുമ്പോൾ ഞാൻ മാറാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ ആ വിഷയം അവിടെ ഒരു വാക്കാലുള്ള ജെന്റിൽമാൻ എഗ്രിമെൻറ്റിൽ അവിടെ ആ വിഷയം തീരുകയും ചെയ്തു. അതിനെ തുടർന്ന് നമ്മൾ തിരിച്ചു വരുന്നു. 4 മണിയോടെ തിരിച്ചു വരുന്ന വഴിക്ക് വാടക വീട് അവിടെ എടുത്തായിരുന്നു. ഈ കട നടത്തുന്നതിന് വേണ്ടി തൊട്ട് സൗകര്യത്തിന് വേണ്ടി വാടക വീട് എടുത്തായിരുന്നു. പിന്നെ ആ വാടക വീട്ടിൽ നിന്ന് സാധനമൊക്കെ പുറക്കിയിട്ടാണ് തിരിച്ച് വണ്ടി വരുന്നത്. വന്നതിന് ശേഷം തിരിച്ച് ചേച്ചി കടയിൽ പോയിരുന്നു. കടയിൽ പോയതിന് ശേഷമാണ് രാത്രി ഈ സംഭവം നടക്കുന്നത്. അത് ആ കടയുടെ സ്റ്റാഫാണ്, സോണി സ്റ്റാഫ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അങ്ങനെ ഉണ്ടായി. അതിനെ തുടർന്നാണ് ഞാനിവിടെ വരേണ്ടി വന്നത്. സംസാരിക്കുന്നത് ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ അതുകൊണ്ട് ഈ സൈഡെല്ലാം അടിച്ച് പൊട്ടിച്ച് ഇന്നലെ നമ്മൾ കണ്ടതാണ്. കാരണമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിരിക്കും. വേറെ വാക്കുകർക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ കടയിൽ വെച്ച് അവർ തമ്മിൽ സംസാരവും പിടിയും വലിയും ഉണ്ടായെന്ന് പപ്പരാണ് എടുത്ത് പറഞ്ഞായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഹരീഷ് കൊല്ലം. മാത്രമല്ല ഞാനാണ് അദ്ദേഹത്തിന് മുണ്ടൊക്കെ മേടിച്ച് കൊടുക്കാൻ മുണ്ട എടുത്ത് ഒരു ഇത് മാറ്റിയപ്പോഴാണ് ഇതെന്തോടാ അത് അവയെ അടിച്ചാൽ പരാതി കൊടുത്തില്ല. അതായത് അങ്ങോട്ട് സംസാരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ വൈഫുമായിട്ട് ചേർന്ന് പാർട്ട്ണർഷിപ്പ് നടത്തുകൊണ്ട് മറ്റു പരാതിയിലോട്ട് പോയില്ല. ഇത് അവിടെ തീരുന്ന വിഷയമായിരുന്നു. കോംപ്രമൈസ് തീർന്ന വിഷയം. പിന്നെയാണ് തുടർന്ന് ഈ രാത്രി വിഷയം ഉണ്ടാകുന്നത്.